So hello everyone, welcome back to yet another video. So this is day 5 in Switzerland. നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡ് നമ്മൾ കറങ്ങി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളിപ്പോൾ ഉള്ളത് ഇൻ്റർലേക്കൻ OSTയിലാണ്. ആൻഡ് ഗെസ് വാട്ട് ഗൈസ്, യെസ് നമ്മൾ ഇൻട്രോകൾ കണ്ട പോലെ നമ്മൾ ഇവിടുന്ന് ബ്രൈൻസിലേക്ക് ഒരു അടിപൊളി ബോട്ട് റൈഡാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ട് റൈഡ് അല്ല, ആക്ച്വലി ഒരു ഫെറി റൈഡാണ്. ആൻഡ് നമ്മോടൊപ്പം നമ്മുടെ സിസ്റ്റർ ആൻഡ് ചേട്ടൻസൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. അവർ ഓൾറെഡി അവർക്കിത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബ്രൈൻസിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ആസ് യൂഷ്വൽ നമ്മളോട് ജുവാനുണ്ട്. സോ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഫ്രണ്ട്സ് അവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ബോട്ടെന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് വെരി ഓച്ച്. ഇത് ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കും. നമ്മൾ ടീം എഞ്ചിനാണിത്. ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഒരു ബോട്ടാണ്. അത് അവരിപ്പോഴും അത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ട് ആക്ച്വലി ഇൻ്റർലേക്കെന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ബോട്ട് ആക്ച്വലി ഒരു സ്റ്റീം എഞ്ചിനാണ്. അത് അവരിപ്പോഴും ഇവിടെ അങ്ങനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ എഞ്ചിൻ്റെ ഒരു ഇത്. ലൈക്ക് ഇതിൽ ഈ റൂട്ടിലുള്ള എല്ലാ ബോട്ട്സും ഇങ്ങനെയല്ല. ഈ ബോട്ട് ആക്ച്വലി 62 ആണ്. പല നമ്പേഴ്സ് ഓഫ് ബോട്ട്സ് ഇതിൻ്റെ അടുത്തുണ്ട്. സോ ഈ ഫെറിയുടെ നമ്പർ 62 ആണ്. സോ അത് നോക്കി എടുത്താലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീം എൻജിൻ ടൈപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഫെറി അത്യാവശ്യം നല്ല ഒരു വലിയ ഒരു ഫെറിയാണ്. നമുക്കിതിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. ഇതിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ അത്യാവശ്യം ഒരു വലിയ ഒരു ഫെറിയാണ്. അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടുത്തെ കിട്ടില്ലൻ സീനിക് വ്യൂസാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ റൂട്ട് എപ്പോഴും, ഈ ബോട്ട് റൈഡ് എപ്പോഴും ഭയങ്കര ഒരു ഫേമസ് ഒരു ആക്ടിവിറ്റിയാണ്. സോ നമുക്ക് നേരത്തെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിട്ടാണ് ടിക്കറ്റ്സ് എടുത്തത്. സോ നമ്മൾ വെറുതെ അടിപൊളി സീനിക് വ്യൂസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഏകദേശം 4 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രൈൻസിലെത്തുക. നമ്മൾ ഐസൽവാൾഡ് അതൊക്കെ കവർ ചെയ്തിട്ടാണ് ബ്രൈൻസിലെത്തുക. ഏകദേശം 1 hour എടുക്കും ഇവിടുന്ന് റൈഡ്. ആൻഡ് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അഡൾട്ടിന് ഏകദേശം 35 CHF, ജുവാന് പിള്ളേർക്ക് 15 CHF ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ആ സിറ്റി ഗ്ലെൻസിൽ നമ്മൾ മെയിൻ ഡെക്കിലേക്കുള്ള ഇതിലേക്ക് മാറി തുടങ്ങി. എൻജോയ് ദ വ്യൂ. The happiness that's just around the corner. I only have what's right in front of me. വ്യൂ വെറുതെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഐസൽവാൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ സ്ഥലത്ത് ശേഷം ഒരു വൺ ഓഫ് ദി ഫേമസ് ഹൈക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടെയും ഇഷ്ടംമാതിരി ആൾക്കാർ നമ്മുടെ ഫെറിയിലേക്ക് ഓൺ ബോർഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം നല്ല ഫുള്ളായിട്ടുണ്ട് നമ്മുടെ ഫെറി. അങ്ങനെ ഐസൽവാൾ വിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ മുകളിൽ സ്കൈയുടെ കളറും ആ മലയുടെ മൗണ്ടൻസ് ഗ്രീൻ ആയിട്ടുള്ള, പിന്നെ വെള്ളത്തിനുള്ള നോക്കിയാൽ സ്കൈ ബ്ലൂ ഗ്രീനിഷ് കളറാണത്. എൻ്റെ പണി ഒരു രക്ഷ ഉണ്ടായില്ല. നിങ്ങൾ എന്തായാലും ഇഷ്ടമുള്ളവരും ഈ ഒരു ബോട്ട് റൈഡ് എടുക്കണം. ഈ റൂട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർലേക്കൻ ട്വിൻ റൂട്ട് എടുക്കാം. പിന്നെ ലൂസാനിലെത്തിയിട്ട് അവിടെയും ഈ ഒരു റൈഡ്, വേറെ റൂട്ട് റൈഡുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു എല്ലാവരും എടുക്കുന്ന ഒരു റൈഡാണ്. സോ ലിറ്ററലി അടിപൊളിയായിരുന്നു. Do they pay attention carefully? The shadows of my past welcome me again with a smile. But something deep within, something new, lets me emerge from my cocoon. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പായിട്ടുണ്ട്, എക്സ്പീരിയൻസ്. So that was our end of the boarding. അല്ല ജോൻ, എങ്ങനെയുണ്ടായി? പൊളിച്ചാ? നമുക്ക് ഇങ്ങനെ ഇറങ്ങാം.
ബ്രീൻസ് റൈറ്റ്? Thank you. Yes, guys. അവിടെ ചോദിച്ചാടാ ബ്രീൻസ് ചെയ്യുന്നുണ്ട്, ബ്രീൻസും ഉണ്ട്. രണ്ടാണോന്ന് അറിയില്ലല്ലോ. ഇവിടെ ഒരു വാക്ക് മാറിയാൽ വേറെ സ്റ്റോപ്പാണേ ഗൈസ്. അതാണ്. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ആ ബോട്ടടൊക്കെ കഴിഞ്ഞ്. ഇതാണ് നമ്മൾ പോയ ബോട്ട്. ഒരു മിനിറ്റ് പോയ ബോട്ട്. അപ്പം ഗൈസ് നമ്മളപ്പം ഇവിടെ ബ്രെയിൻസിൽ നിൽക്കുവാണ്. ആൻഡ് ദിസ് ഈസ് അവർ ബോട്ട്. ദിസ് ഇസ് 63 ബോട്ടാണ് നമ്മളിപ്പം കയറിയ ബോട്ട്. ആൻഡ് ഇറ്റ് വാസ് സ്പെക്ടാക്കുലർ. അതെ, സ്പെക്ടാക്കുലർ ഡ്രൈവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. ആൻഡ് ഇനി നമ്മുടെ പ്ലാൻ എന്താണ് ചെയ്യാൻ നമുക്കറിയില്ല. പ്ലാൻ ചെയ്യണം എന്താണ് അവർ പ്ലാൻ ചെയ്തിട്ട് എന്താണ്ടൊക്കെ. ദിസ് ആർ ഫ്രം ബ്രിയൻസ് ബോട്ട്. അങ്ങനെ ഫ്രണ്ട്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ച്വലി ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. സോ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ ബ്രെയിൻസ് റോട്ടർബാൻ ട്രെയിനാണ് ആ കിടക്കുന്നത്. വിച്ച് ഈസ് വെരി ഹോട്ട് ട്രെൻഡിങ് ഇൻ സ്വിറ്റ്സർലൻഡ് ആക്ടിവിറ്റി. വൺ ഓഫ് ദി ഹോട്ട് ട്രെൻഡിങ് ആക്ടിവിറ്റിയാണ്. ആക്ച്വലി നമ്മൾ ഇതിൽ ടിക്കറ്റൊക്കെ നോക്കിയാണ്, പക്ഷേ ഒന്നാമത് ടിക്കറ്റ് ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ യൂംഫ്രോ ഫുൾ ട്രെയിൻ എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ഇത് നോക്കിയില്ല. ബട്ട് ഇറ്റ് വാസ് ഓൾറെഡി ഫുൾ. സോ ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിങ് ഒക്കെ കഴിഞ്ഞത് ഇവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവർ നിങ്ങളെവിടെ പോയാൽ ഇസ്റ്റൽവാൾഡ് അല്ലേ പോയത്? നല്ല പ്ലേസ് ആയിരുന്നു വെച്ചാൽ അതും ഫിലിം ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ ആ ലൊക്കേഷന്റെ മെയിൻ പോയിന്റിലേക്ക് നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കണമെങ്കിൽ 5 സ്വിസ് ഫ്രാങ്ക് കൊടുക്കണം. അതെ, നമ്മുടെ ബോളിവുഡ് ഫിലിമൊക്കെ ഷൂട്ട് DDLG അതൊക്കെ. നമ്മളിവിടെ അടുത്തൊരു വൈൽഡ് പാർക്ക് സ്പോട്ടിലേക്ക് വന്നേക്കാണ് ലഞ്ച് കഴിക്കാൻ. ഇവിടെ ആരും ഇല്ലല്ലോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ലൂസണിലേക്ക് എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിറ്റിയാണ് സ്വിറ്റ്സർലൻഡ്. കുറേ മോണിമെൻറ്റ്സ് ആൻഡ് അട്രാക്ഷൻസ് ഉള്ളൊരു ഏരിയയാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് ദി മോസ്റ്റ് ഫേമസ് അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ ചാപ്പൽ ബ്രിഡ്ജ് എയിമാക്കി നമ്മൾ ലൂസൺ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണല്ലേ, കുറച്ചുണ്ട് എന്നാലും ഭയങ്കര രസമാണ്. ഈ സ്ട്രീറ്റ് ഭയങ്കര ഭംഗിയാണ്. എസ്പെഷ്യലി ഭയങ്കര ക്ലീൻ സ്ട്രീറ്റും ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴേലൊക്കെ വരുമായിരിക്കും അല്ലേ അല്ലേ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഫൈനലി ചാപ്പൽ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഫോട്ടോജനിക് പ്ലേസ് ആണത്. അങ്ങനെ എവിടെ പോയാലും ഫോട്ടോജനിക്കാണ്. ഭയങ്കര അടിപൊളിയാണ് ഇത് കാണാനും. ഭയങ്കര രസമുണ്ട് കാണാൻ. ആക്ച്വലി ചാപ്പൽ ബ്രിഡ്ജിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ടവർ മാത്രമാണ് ആദ്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വിച്ച് വാസ് ഏൻഷ്യൻ്റ് ഒരു ക്രൂവൽ പ്രിസൺ ആയിരുന്നു അത്. പിന്നീട് അവർ ഈ ന്യൂ ലൂസേൺ ആൻഡ് ഓൾഡ് ലൂസേൺ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു വുഡൻ ബ്രിഡ്ജാണത്. സ്വിറ്റ്സർലൻഡിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് വുഡൻ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഈ ലൂസേൺ സിറ്റി വൺ ഓഫ് ദ ഏൻഷ്യൻ സ്വിറ്റ്സർലൻഡ് സിറ്റിയാണ്. അവിടെ കുറേ മോണിമെൻറ്റ്സ് ആൻഡ് So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know.
second guess me. So come a little closer. അങ്ങനെ ലൂസൺ സിറ്റി എല്ലാം കറങ്ങി നമ്മൾ എത്തിയേക്കുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വന്നപ്പോൾ മുതലുള്ള ഒരു സാധനം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുഡ് ഐറ്റം വിച്ച് ഇസ് കോൾഡ് ഫോൺ ടു എന്നൊക്കെ പറയാൻ തോന്നുന്നു അതിന്. സോ അത് ട്രൈ ചെയ്യാനാണ് നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ. എനിക്ക് തോന്നുന്നു ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ. ലൈക്ക് ആ ഒരു ഓൾഡ് ടിപ്പിക്കൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഐറ്റം ട്രൈ ചെയ്യണം, നമ്മൾ ഒരു ഒത്തൻറ്റിക് ഇതിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ആക്ച്വലി ഇവിടെ മെയിൻ ഹോളിൽ ഇവർ പെർഫോം ചെയ്യുന്ന ഫ്രണ്ടിൽ നമുക്ക് സീറ്റ് കിട്ടില്ല. ഇറ്റ് ഈസ് ഓൾറെഡി റിസർവ്ഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് വാസ് ഫുള്ളി പാക്ഡ്. അതുകൊണ്ട് നമുക്ക് ഈ ഇപ്പോഴത്തെ സൈഡിലാണ് നമുക്കവർ സീറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റമാണ് ഗൈസ് നേരത്തെ ഞാൻ പറഞ്ഞ ഫോണ്ടേ എന്നുള്ളത്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡ് ആൻഡ് ഇവിടുത്തെ പൊട്ടറ്റോ ഉണ്ട്, അത് ചീസിൽ മുക്കി കഴിക്കുന്നതിനാണ് ഈ ഫോണ്ടേ എന്നുള്ള ഈ ഒരു ഡിഷ്. ആ ചീസിൽ ആക്ച്വലി വൈൻസൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് ഡിഷ് ആ കുറിച്ചിട്ടുള്ള ഞാൻ ഫൈൻഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് എന്താ പറയുക, ലൈക്ക് ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര സംഭവമൊന്നും എനിക്ക് തോന്നില്ല. ബട്ട് ഓക്കെ, ഒരു വൺ ടൈം ആ ഒരു ആംബിയൻസിലും അതൊക്കെ ട്രൈ ചെയ്യാൻ ഓക്കെ എന്നുള്ളൊരു മൂഡാണ് തോന്നിയത്. My name is Colette. I'm going to take you through the evening. I wish you a wonderful time. And we will start with a beautiful yodel by Maria. യെസ്, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. വി ട്രൈഡ് ദാറ്റ് ഫോണ്ടേ ആൻഡ് അവരുടെ കുറേ അടിപൊളി പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സോ ഇഫ് യു ഗൈസ് കമ്മിങ് ഹിയർ ഡു ചെക്ക് ഔട്ട്. ഇനി ഫോണ്ടോ ബാക്കി എല്ലാ സ്ഥലത്തും ന്യൂസിലൻഡ് കിട്ടും കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇന്ന് ആക്ച്വലി അടിപൊളി ഡേ ആയിരുന്നു. ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ്ഡ്. ബോട്ടിങ്ങും പിന്നെ ഇവിടെ ഉള്ള ലൂസോൺ സിറ്റിയൊക്കെ ഇവിടുത്തെ അടിപൊളിയായിരുന്നു. ആക്ച്വലി ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ സ്വിറ്റ്സർലൻഡ്. നമ്മൾ നാളെ സ്വിറ്റ്സർലൻഡ് നമ്മൾ റിട്ടേൺ നമ്മൾ ബെൽജിയത്തേക്ക് പോവും. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷേ നമ്മുടെ ജേണി എക്സ്പ്ലോറിങ് യൂറോപ്പ് തീരുന്നില്ല. നമ്മൾ സ്വിറ്റ്സർലൻഡ് നമ്മൾ ബെൽജിയം എത്തിക്കഴിഞ്ഞാൽ ഓൺ ദ നെക്സ്റ്റ് ഡേ വിൽ ബി ഹെഡിങ് ടു ജർമ്മനി. വീഡിയോസൊക്കെ ആയിട്ട് വരാം. സോ സ്റ്റേ ട്യൂൺഡ്. കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time